വടകര തണൽ ഭിന്നശേഷി സ്കൂൾ കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിലേക്ക്. വടകര തണൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പുത്തൂരിൽ മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി KK രമ നിർവഹിക്കുന്നു. വടകര നഗരസഭയുടെ ബഹുമാന്യയായ ചെയർപേഴ്സൺ ശ്രീമതി KP ബിന്ദു വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇന്ന് വൈകുന്നേരം 3:30 പുത്തൂരിൽ നടക്കുന്ന പ്രൗഢോജ്വലമായ ചടങ്ങിലേക്ക് തണലിന്റെ ഹൃദയമൊഴികളാൽ ക്ഷണിക്കുന്നു കുടുംബസമേതം. ഇന്നും തണലിന്റെ തണലാവുന്ന പ്രിയരെ, ഇതും തണലിന്റെ ഒരു സ്വപ്നമാണ്. മനസ്സുകൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളും ഉണ്ടാകും. നമ്മുടെ കൂടെയുള്ള സഹജീവികളെ കാണാനും മനസ്സിലാക്കാനും അവരോട് സ്നേഹം പൂർവ്വം പെരുമാറാനും എല്ലാവർക്കും സാധിക്കാൻ, എല്ലാവർക്കും മനസ്സുണ്ടാവുക, ഒന്ന് പുഞ്ചിരിക്കുക, കയ്യാൽ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാൻ മതി. ഒന്ന് കൈപിടിച്ച് കൊടുത്താൽ മതി, കണ്ണ് കാണാത്തൊന്ന് ഒപ്പം കടത്തി കൊടുത്താൽ മതി, ഒരു നേരത്തെ വെള്ളം കൊടുത്താൽ മതി. എന്താണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അത് ചെയ്താൽ മതി. വലിയ കാര്യങ്ങൾ വലുതായി ചെയ്യും, പൈസ വരും ചെയ്യും. ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ വെറുതെ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ചെയ്യുക. ഇന്ന് നമ്മളെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഇതിൽ വളരെയധികം സൗകര്യങ്ങളുണ്ട്. ഇതുപോലെ ഒരു സെൻറ്റർ ഷാർജയിലും നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ ഗൾഫ് നേതാക്കന്മാരോടെ ഉണ്ട്. ഖത്തറും GCC-യുള്ള എല്ലാ സ്ഥലത്തും ഒമാനിലൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെയും അതാത് ഞങ്ങൾ ഷാർജയിലാണ് ഇപ്പോൾ ഇതേമാതിരി കുറച്ച് അന്വേഷിച്ചപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി താമസിക്കുന്ന മക്കളെ അവിടെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ട്. മക്കളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ, ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ. എന്തായാലും ഷാർജയിൽ അവിടെ ഭയങ്കര സർക്കാർ ലെവലിൽ ഇപ്പോൾ ഭയങ്കര പൈസ കിട്ടും. ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്തു കൊടുത്ത് ഇതേമാതിരി ഒരു കാര്യം ഇവിടെ നിന്നുള്ള സർവീസ് അങ്ങോട്ട് പോവാണ്. ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകണം. മനസ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. മനസ്സിൻ്റെ ഉള്ളിലാണ് സംഘർഷവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മനസ്സിനുള്ളിൽ സമാധാനവും സന്തോഷം ഉണ്ടെങ്കിൽ പുണ്യം ചെയ്യണം. പുണ്യം ചെയ്യാൻ ജനിക്കപ്പെട്ടതാണ്. പുണ്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. നല്ലൊരു മനസ്സുണ്ടായാൽ മതി, സമാധാനം അവിടെ കിടന്നു. അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ടെൻഷനും സംഘർഷമൊന്നും അല്ല മതി, സന്തോഷമാണ് മതി. സന്തോഷം ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലും നല്ല രീതിയിൽ പുഞ്ചിരിക്കുക, സംസാരിക്കുക, മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ നോക്കണം. അവരുടെ സാധ്യതകളുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യുക. ഒരാൾ വലുത് കൊടുക്കട്ടെ, അവരുടെ കയ്യിൽ ഉണ്ടായിട്ടല്ലേ. നമ്മുടെ ഇതാണല്ലോ അത് കൊടുക്കുക. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്.
2009 മുതൽ താഴെ അങ്ങാടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തണൽ ഭിന്നശേഷി സ്കൂളിന് കൂടുതൽ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ കെട്ടിടം വേണമെന്നത് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും തണൽ പ്രവർത്തകരുടെയും ദീർഘനാളത്തെ സ്വപ്നമായിരുന്നു. കൂടുതൽ വിപുലമാക്കിയ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി സെന്ററുകൾ, സെൻസർ ക്ലാസ് റൂം എന്നിവ ഉൾപ്പെടെയുള്ള സ്കൂൾ കെട്ടിടത്തിൽ ഭിന്നശേഷി പരിശീലന മേഖലയിൽ കൂടുതൽ ശേഷി കൈവരിക്കുന്നതിനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് തണൽ പ്രോജക്ട് അവതരിപ്പിച്ചു. ടി.ഐ. നാസർ അധ്യക്ഷത വഹിച്ചു. വടകര നഗരസഭ വൈസ് ചെയർമാൻ പി.കെ. സതീശൻ, വാർഡ് കൌൺസിലർ നളിനാക്ഷൻ, കെ.വി. റംല, കണ്ടോത്ത് അബൂബക്കർ, ഫാജിസ്, പി.പി. അഫ്സർ, വി.കെ. അസീസ്, നമ്പൂരിക്കണ്ടി അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. ആർ. നൌഷാദ് സ്വാഗതവും പി.ടി.എ. പ്രസിഡന്റ് കെ. സജിത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഘോഷയാത്രയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. ഓന് ജോലി കിട്ടില്ല. ഓന് മാത്രമല്ല, ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരിവിടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ